ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്രാവ് എന്ന മത്സ്യത്തെ പറ്റിയാണ്. എന്ന മത്സ്യത്തെ പറ്റിയാണ്. എലാസ് ഓംബ്രാഹ് എന്ന പ്രത്യേക വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് സ്രാവുകൾ. ഭക്ഷ്യയോഗ്യമായ കടൽ മത്സ്യമാണ് സ്രാവുകൾ. ചിലയിനം സ്രാവുകൾ ആക്രമണകാരികളാണ്. മറ്റ് ജീവികളിൽ കാണുന്ന തരം കടുത്ത കാഴ്ച നിറഞ്ഞ എല്ലുകളല്ല ഇവയുടേത്. തരണാസ്ഥി കൊണ്ട്, അതായത് കാർട്ടിലേജ് നിർമ്മിതമായ അസ്ഥികൂടമാണ് സ്രാവുകൾക്ക് ഉള്ളത്. കാർട്ടിലേജ് അവയവങ്ങൾക്ക് രൂപം നൽകുന്നെങ്കിലും എല്ലുകളേക്കാൾ മൃദുലമാണ്. മനുഷ്യരുടെ ചെവി, മൂക്ക് മുതലായ അവയവങ്ങൾ കാർട്ടിലേജ് നിർമ്മിതമാണ്. സ്രാവുകളുടെ മറ്റു പ്രത്യേകത അവയ്ക്ക് ചെതുമ്പലുകൾ ഇല്ല എന്നുള്ളതാണ്. പകരം പ്ലാക്കോഡ് ചെതുമ്പൽ അഥവാ ഡെർമൽ ടെൻറ്റിക്കിൾസ് എന്ന് വിളിക്കുന്ന ഒരു തരം ചെറിയ പദാർത്ഥം അവയുടെ തൊലിപ്പുറത്തുണ്ട്. ജലത്തിൽ നീന്തുമ്പോഴുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് ഈ പദാർത്ഥം സഹായിക്കുന്നു. സ്രാവുകൾക്ക് ഉയർന്ന വിദൂര ദൃഷ്ടിയുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. കൂടാതെ അവയുടെ കേൾവി ശക്തിയും അപാരമാണ്. മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി സ്രാവുകളുടെ ചെവി അവയുടെ തലയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്നു. ചെവികളെ കൂടാതെ ലാറ്റൽ ലൈൻ എന്ന് അറിയപ്പെടുന്ന ഒരു അവയവം കൂടി സ്രാവുകൾക്കുണ്ട്. ജലാന്തർ ഭാഗത്തെ കമ്പനങ്ങൾ ശ്രവിക്കുന്നതിന് ഈ അവയവം സ്രാവുകളെ സഹായിക്കുന്നു. സ്രാവുകളുടെ പല്ലുകൾ അവയുടെ ജീവിതകാലത്ത് നിരവധി തവണ കൊഴിയുകയും വീണ്ടും മുളയ്ക്കുകയും ചെയ്യുന്നു. ഒന്നിലധികം നിരകളിൽ വളരുന്ന പല്ലുകളിൽ ഒന്ന് പോയാൽ മറ്റൊന്ന് ആ സ്ഥാനത്തേക്ക് വരുന്നു. മിക്ക സ്രാവുകളും മാംസഭോജികൾ ആണ്. എന്നാൽ 3 ഇനം സ്രാവുകൾ സസ്യഭോജികൾ ആണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്രാവുകൾ ഭൂമുഖത്ത് ഉണ്ട്. ഇന്ന് കാണുന്ന സ്രാവുകളുടെ പൂർവികർ 420 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഫോസിൽ പഠനങ്ങൾ അനുമാനിക്കുന്നു. ഇന്നറിയപ്പെടുന്ന 440 തരം സ്രാവുകൾ ലോകത്തുണ്ട്. തിമിംഗല സ്രാവ് ആണ് ഇവയിൽ ഏറ്റവും വലുത്. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് വേൽ ഷാർക്ക്. 12.65 മീറ്ററാണ് ഇന്ന് വരെ കിട്ടിയതിൽ ഏറ്റവും വലുതിൻ്റെ നീളം. ചില സ്രാവുകൾ വളരെ ചെറുതാണ്. ഉദാഹരണത്തിന് ഡീപ്പ് വാട്ടർ ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്ന സ്രാവിന് പൂർണ്ണ വളർച്ചയെത്തിയാലും 20 സെൻറ്റിമീറ്റർ നീളമേ കാണും. കുള്ളൻ റാന്നൽ സ്രാവിന് പൂർണ്ണ വളർച്ചയെത്തിയാലും 17 സെൻറ്റിമീറ്റർ നീളമേ കാണും. ഷോർട്ട് ഫിൻമാംഗോ എന്ന് അറിയപ്പെടുന്ന സ്രാവ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. ഇത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. സ്രാവുകൾ ആക്രമണകാരികളാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ അറിയപ്പെടുന്ന 375 ഇനം സ്രാവുകളിൽ 30 ഇനത്തിലുള്ള മാത്രമേ മനുഷ്യരെ ആക്രമിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. വെള്ളസ്രാവ്, വൈറ്റ് ഷാർക്ക്, കടുവാ സ്രാവ്, ടൈഗർ ഷാർക്ക്, കാളസ്രാവ്, ബുൾ ഷാർക്ക് എന്നീ 3 ഇനം മാത്രമേ പ്രകോപനമില്ലാതെ മനുഷ്യനെ ആക്രമിച്ചതായി അറിവുള്ളൂ. ഇത്തരത്തിൽ ആക്രമിക്കുന്ന സ്രാവുകൾ തന്നെ അത് സാധാരണ ഭക്ഷിക്കുന്ന എന്തോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമിക്കാറുള്ളത്. ഒരു കടിയിൽ അതിൻ്റെ തെറ്റ് മനസ്സിലാക്കി ഉപേക്ഷിച്ച് പോകാറാണ് പതിവ്. സ്രാവുകൾ 3 തരം പ്രത്യുൽപാദന രീതിയാണ് തുടരുന്നത്. ഓവി പാരസ് ഇനത്തിൽപ്പെട്ടവ മുട്ടയിടുന്നവയാണ്. മുട്ടകൾ സാധാരണയായി ഒരു കട്ടിയുള്ള പൊതിയിൽ അടങ്ങിയിരിക്കും. മുട്ടയ്ക്ക് പുറത്തു നിന്ന് സംരക്ഷണം നൽകുന്നത് ഇവയുടെ ഘടനയാണ്. കാറ്റ് ഷാർക്ക്, ഹോൺ ഷാർക്ക് മുതലായവ പോലുള്ള ഓവോ വിവിപാരസ് വയറ്റിനുള്ളിൽ മുട്ട വിരിയുന്നവയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ വയറ്റിനുള്ളിൽ തന്നെ മുട്ട വിരിഞ്ഞ് ജനിക്കുന്നു. എന്നാൽ കുഞ്ഞിന് പ്ലാസൻ്റയില്ല. കുഞ്ഞ് വളരുന്നത് മുട്ടയിലുള്ള പോഷകങ്ങളിൽ നിന്നാണ്. ചിലപ്പോൾ ഒരു കുഞ്ഞ് മറ്റേ കുഞ്ഞുങ്ങളെ ഭക്ഷിച്ച് ജീവിക്കും. സാൻഡ് ടൈഗർ ഷാർക്ക് പോലെയുള്ളവ വിവിപാരസ് ഇവ നേരിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ മനുഷ്യരിലും നരികളിലും പോലെ ഗർഭപാത്രത്തിൽ നിന്ന് വളർന്ന് അതിൽ നിന്ന് പോഷണം ലഭിക്കുന്നവയാണ്. ഇവയിൽ സ്ത്രീ സ്രാവ് നേരിട്ട് ജീവനുള്ള കുഞ്ഞിനെ പ്രസവിക്കുന്നു. അങ്ങനെയുള്ളവയാണ് ബുൾ ഷാർക്ക്, ഹാമർ ഹെഡ് ഷാർക്ക്. സ്രാവുകളുടെ ഗർഭകാലം വളരെ നീണ്ടിരിക്കും. 6 മാസത്തിൽ നിന്ന് 2.5 വർഷം വരെ ആയിരിക്കും. ഫ്ലിൻറ്റ് ഷാർക്ക് എന്ന സ്രാവിന് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഗർഭകാലമാണ് ഏകദേശം 3 വർഷമാണ്. ചില സ്രാവുകൾക്ക് ഒരു കുഞ്ഞ് മാത്രമായിരിക്കും. മറ്റുള്ള സ്രാവുകൾക്ക് 10 മുതൽ 80 വരെ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. സ്രാവിൻ്റെ കരളിൽ നിന്ന് ലഭിക്കുന്ന
ഫിലിൻ എന്ന എണ്ണ ഔഷധ നിർമ്മാണത്തിനും സൗന്ദര്യ പ്രധാന ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇത് വിറ്റാമിൻ എയുടെ ഉറവിടമാണ്. മഞ്ഞപ്പിത്തം, ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. സ്രാവുകളുടെ ആയുസ്സ് ഇനത്തിനനുസരിച്ച് വളരെ വ്യത്യാസമുണ്ട്. ചെറിയ സ്രാവ് ഇനങ്ങൾ സാധാരണയായി 20-30 വർഷം വരെ ജീവിക്കാറുണ്ട്. വലിപ്പമുള്ള സ്രാവുകൾ 40-70 വർഷം വരെ ആയുസ്സ് പുലർത്തും. ലോകത്ത് ഏറ്റവും ദീർഘായുസ്സുള്ള മത്സ്യങ്ങളിൽ ഒന്നായ ഗ്രീൻലാൻഡ് ഷാർക്ക് ഏകദേശം 250 മുതൽ 400 വർഷം വരെ ജീവിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.